നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ പരീക്ഷണ പാടത്തിന് പുറമണ്ടില്ല. വെള്ളം പൊങ്ങുമ്പോൾ പാടം വെള്ളത്തിലാവാൻ തുടങ്ങിയിട്ട് 74 വർഷം പിന്നിടുന്നു. സ്വതന്ത്ര ചിന്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ആം ആദ്മിയിലേക്ക്. ഇടത് വലത് അവസരവാദ രാഷ്ട്രീയത്തിൽ മനമെടുത്താണ് മാറ്റമെന്ന് യുക്തിവാദികളും പരിസ്ഥിതി പ്രവർത്തകരും. സ്വതന്ത്ര ഭാരതത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നിഷേധ വോട്ട്. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുവാനുള്ള സമരായുധമായി നിഷേധ വോട്ട് മാറുമോ? വാർത്തകൾ വിശദമായി. 74 വർഷമായി തുടരുന്ന അനാസ്ഥ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണ പാടത്തിന് പുറംബണ്ടില്ല. പുറംബണ്ട് നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഇപ്പോഴെങ്കിലും നടപ്പിലാക്കിയില്ലെങ്കിൽ പരീക്ഷണ പാടം അടുത്ത മഴക്കാലത്തും വെള്ളത്തിലാവും. 1956 കുട്ടനാട് താലൂക്ക് നിലവിൽ വരുന്നതിനും കൃത്യം 16 വർഷം മുമ്പാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത്. അതായത് 1940. 2013 ജൂലൈ മാസത്തിലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിനടിയിലായ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ വർഷമുണ്ടായ 3ഓളം വെള്ളപ്പൊക്കങ്ങളിലും ഗവേഷണ കേന്ദ്രവും പരീക്ഷണ പാടവും വെള്ളത്തിലായി. അത്യുൽപാദന പ്രതിരോധ ശേഷിയുള്ള വിത്തനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ് ഗവേഷണ കേന്ദ്രത്തിന്റെ ദൌത്യം. ഇതിനായി കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത്. ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായ 1940 മുതൽ എല്ലാ വർഷത്തിലെയും കനത്ത വെള്ളപ്പൊക്കങ്ങളിൽ പരീക്ഷണപാടം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ് പതിവ്. ഗവേഷണത്തിനും ശമ്പളത്തിനും കൃഷിക്കുമൊക്കെയായി നല്ലൊരു തുക ഓരോ വർഷവും സർക്കാർ നീക്കിവെക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ എത്രയോ കുറഞ്ഞ തുക കൊണ്ട് 5 ഹെക്ടറോളം മാത്രം വിസ്തീർണമുള്ള ഈ പരീക്ഷണ പാടശേഖരത്തിനും അതിലുൾപ്പെടുന്ന ഗവേഷണ കേന്ദ്രത്തിനും പുറംബണ്ട് നിർമ്മിക്കാമായിരുന്നു. 40 വർഷമായി തുടരുന്ന ഈ അനാസ്ഥ നിമിത്തം എത്ര കോടിയോളം രൂപയാണ് നെല്ല് ഗവേഷണ കേന്ദ്രം വെള്ളത്തിലാക്കിയത്. വേനൽ കഴിയുന്നതോടെ കുട്ടനാട്ടിൽ വീണ്ടും വെള്ളപ്പൊക്കമെത്തും. വെള്ളപ്പൊക്കത്തിനൊപ്പം കിഴക്കൻ വെള്ളത്തിന്റെ വരവും കൂടിയാകുമ്പോൾ പരീക്ഷണപാടം വീണ്ടും വെള്ളത്തിലാവുകയും ചെയ്യും. 40 വർഷമായി ആവർത്തിക്കപ്പെടുന്ന അലംഭാവം ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ. വീണ്ടും പരീക്ഷണപാടം വെള്ളത്തിൽ മുങ്ങിയാൽ അതിനിടയാക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം. അല്ലെങ്കിലും ഇതൊക്കെ ഒരു പരീക്ഷണം തന്നെയല്ലേ. ആഴ്ചകളും മാസങ്ങളും വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും വെള്ളപ്പൊക്കത്തിൽ ചീഞ്ഞു പോകാത്ത അത്യുൽപാദന ശേഷിയും പ്രതിരോധ ശേഷിയുമുള്ള വിത്തനങ്ങൾ കണ്ടെടുക്കുന്നതിനുള്ള പരീക്ഷണം. അപ്പോൾ പിന്നെ വെള്ളം പൊങ്ങിയാലെന്ത്, പൊങ്ങിയില്ലെങ്കിലെന്ത്? ക്യാമറമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCU വാർത്തകൾ. ഇടത് വലത് അവസരവാദ രാഷ്ട്രീയത്തിൽ മനമെടുത്ത് മനുഷ്യാവകാശ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും സ്വതന്ത്ര ചിന്തകരുമായ 100 കണക്കിന് പേർ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നതായി മനുഷ്യാവകാശ സഹായ സമിതി ജനറൽ സെക്രട്ടറി PP സുമനൻ പറഞ്ഞു. മനുഷ്യാവകാശ സഹായ സമിതി സെക്രട്ടറി PP സുമന്റെ നേതൃത്വത്തിലാണ് 100 കണക്കിന് സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും ആം ആദ്മിയിലേക്ക് മാറിയത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് എന്നും PP സുമനൻ പറഞ്ഞു. ആലപ്പുഴയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളെപ്പോലുള്ള ഈ സാമൂഹ്യ പ്രവർത്തകരെ ഈ രംഗത്തേക്ക് വരാനുള്ള കാരണം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രധാനമായിട്ടും ജാതി മത പ്രീണനമാണ് അവരുടെ കൈവശമുള്ളത്. കൊടിനിറ വ്യത്യാസമെല്ലാം അല്ലാതെ കയ്യിലിരിപ്പ് എല്ലാവരുടെയും ഒന്നു തന്നെ എന്നുള്ള രീതിയാണ് അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഇത് കണ്ടും അടുത്ത ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരെ ഈ രംഗത്തേക്ക് കടന്നു വരിക തയ്യാറായത്. ഇതിൽ എന്നെപ്പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ, പരിസ്ഥിതി പ്രവർത്തകരെ, സ്വതന്ത്ര ചിന്തകരെ, വിവരാവകാശ നിയമത്തിലൂടെ പോരാട്ടം നടത്തുന്ന, സാമൂഹ്യ നന്മയ്ക്കായി പോരാട്ടം നടത്തുന്ന വ്യക്തികളെ, ഇങ്ങനെ അറച്ചു നിന്ന പലരും ഈ രംഗത്തേക്ക് ആയിരക്കണക്കിന് ആൾക്കാരാണിപ്പം വരാൻ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ രംഗത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ചെറുപ്പക്കാർക്കൊരാവേശമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഞങ്ങളെല്ലാം സമൂഹത്തിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടിയവരാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് മുന്നോട്ട് വരാൻ വളരെയധികം താല്പര്യം കാണിക്കുന്നു. അതാണ് ഞങ്ങൾ ഇതിലേക്ക് വരാനുള്ള കാരണം. പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ആദർശ് കുംഭകോണം മഹാരാഷ്ട്രയിൽ നടന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത്. ഞങ്ങളിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിൻ്റെ പ്രവർത്തകർ വളരെയേറെ ആലപ്പുഴക്ക് ഉദാഹരണമായി ആലപ്പുഴ ശുദ്ധജല പദ്ധതി എന്ന് പറയുന്ന ഇതിനകത്ത് നടക്കുന്ന സാമ്പത്തിക അഴിമതി, കടൽ ജലം കനാലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, സുനാമി ഫണ്ട് ദുർവിനിയോഗം ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ഇതെല്ലാം തന്നെ
ഞങ്ങൾ വിവരാവകാശ നിയമത്തിലൂടെ അത് പുറത്തു കൊണ്ടുവരികയും അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഈ ആം ആദ്മി പാർട്ടിയിൽ ഞങ്ങളെപ്പോലുള്ള. സ്വതന്ത്ര ഭാരതത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് നിഷേധ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിദായകർക്ക് നൽകുന്നത്. ഏത് രാഷ്ട്രീയ സഖ്യം ഇത്തവണ അധികാരത്തിലെത്തുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാനാകില്ലെങ്കിലും രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം. കഴിഞ്ഞ 15 ലോക്സഭകളിലെയും ചരിത്രാവർത്തനം പോലെ 16ാം ലോക്സഭയിലും വനിതാ പ്രാതിനിധ്യം 13% താഴെയായിരിക്കും. കഴിഞ്ഞ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേതെന്നതുപോലെ ഇത്തവണയും ലോക്സഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലും വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുമെന്ന പ്രലോഭനം ആവർത്തിക്കപ്പെടും. ഇടത് വലത് മധ്യ രാഷ്ട്രീയ പാർട്ടികളും അവസാനവാദ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും ഇത്തവണയും പെൺവോട്ടുകൾ തേടി വീട് വീടാന്തരം കൂപ്പുകൈകളോടെ കയറിയിറങ്ങും. ഇടത് വലത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പുരുഷ സ്ഥാനാർത്ഥികൾക്കെതിരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ നിഷേധ വോട്ടെന്ന ആയുധം വനിതാ സമ്മതിദായകർ ഉപയോഗിച്ചേക്കാം. ഇത്രയും കാലം തങ്ങളുടേതായ പ്രതിഷേധം തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടിപ്പിക്കുന്നതിനുള്ള സംവിധാനം സ്ത്രീകൾക്കില്ലായിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും നിരസിക്കുവാനുള്ള സമ്മതിദായകന്റെ അവകാശമാണ് നിഷേധ വോട്ട്. വനിതാ സംവരണം സ്ഥിരമായി അട്ടിമറിക്കപ്പെടുന്നു എന്ന ചരിത്ര ആവർത്തനം സ്ത്രീകൾക്ക് മടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ സ്ത്രീകൾക്കെതിരായ ചരിത്രപരമായ അനീതിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുവാനുള്ള ആയുധമായി വനിതാ സ്ഥാനാർത്ഥികളില്ലാത്ത മണ്ഡലങ്ങളിൽ സാധാരണ സ്ത്രീകളും സ്ത്രീ സംഘടനാ പ്രവർത്തകരും ഇത് ഉപയോഗപ്പെടുത്തുവാനുള്ള സാധ്യതയും കൂടുതലാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ജനാധിപത്യ രീതിയിൽ നീതി നിഷേധത്തിനെതിരെ ഏറ്റവും ഫലപ്രദമായി സാധാരണക്കാർക്ക് പ്രതിഷേധിക്കുവാനുള്ള സമരായുധമായി മാറും നിഷേധ വോട്ട്. ന്യൂസ് ഡെസ്ക് KCV. BSNL എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. BSNL യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം AIBDPA ജനറൽ സെക്രട്ടറി KG ജയരാജ് ഉദ്ഘാടനം ചെയ്തു. K ബാലചന്ദ്രൻ നായർ, KP കേശവൻ നായർ എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് കൺവെൻഷന് നേതൃത്വം നൽകിയത്. N ഗുരുപ്രസാദ്, NB അനിൽകുമാർ, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ പുറകോട്ടടിപ്പിക്കുന്ന ഈ സാമ്പത്തിക നയങ്ങൾക്ക് തിരിച്ചടി നൽകുവാൻ നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന വലിയ ആയുധമാണ് ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ ഒട്ടേറെ ആളുകൾക്ക് വന്നിട്ട് 5 വർഷം കഴിയുമ്പോൾ വീണ്ടും വരികയാണ് പഴയ മോഹനമാക്കാനുള്ളത്. TV നമ്മൾ പരസ്യം കാണുമ്പോൾ സാറേ ഇവിടെ ഇന്റർനെറ്റ് ഉണ്ട്, നിങ്ങൾ പഴയതൊക്കെ ഓർക്കുകയാണ്. നമ്മുടെ ആലപ്പുഴയിലെ MD വന്നിട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് ബൈപ്പാസിലൂടെ സഞ്ചരിക്കാം ഒരു നോട്ടീസ് അദ്ദേഹം വീടുകളിൽ എത്തിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് അപ്പൊ നമ്മൾ പറയാറ് സാറേ ഇത് ഇന്റർനെറ്റ് ഞങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കളിവിടെ വന്നപ്പോ പറഞ്ഞത് ഇവിടെ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. അതിന് ഫണ്ടുകൾ അനുവദിച്ചിട്ട് ഒട്ടേറെ ഫ്ലക്സുകളൊക്കെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷെ ബൈപ്പാസ് യാഥാർത്ഥ്യമായിരുന്നു. അതിനൊന്നും അദ്ദേഹത്തിന് സമയം ഉണ്ടായില്ല. അദ്ദേഹം മറ്റു പല മേഖലകളിൽ വിഹരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ കിടക്കുന്നില്ല. തീർച്ചയായും ജനപക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇപ്പൊ ആലപ്പുഴയിൽ നമുക്കറിയാം. ആലപ്പുഴയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്പലപ്രകാരത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ G. സുധാകരൻ ഒരു MLA മന്ത്രിയായിരുന്ന കാലത്ത് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. മദ്യലഹരിയിൽ ജ്യേഷ്ഠന്റെ കുത്തേറ്റ് അനുജൻ മരിച്ചു. തലവടി കുളങ്ങര പ്ലാപ്പറമ്പിൽ രാമചന്ദ്രന്റെ മകൻ രാജീവാണ് കുത്തേറ്റ് മരിച്ചത്. രാജീവിന്റെ ജ്യേഷ്ഠൻ രാജേഷാണ് മദ്യലഹരിയിൽ അനുജനെ കുത്തിയത്. സ്വന്തം വീടിന്റെ പണി നടക്കുന്നതിനാൽ തലവടി വില്ലേജ് ഓഫീസിന് സമീപം താന്നിക്കാട്ട് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ. ബുധനാഴ്ച രാത്രി 11 സംഭവം നടന്നത്. ഇതേ തുടർന്ന് മാന്നാർ CI R ബിനുകുമാറിന്റെയും എടത്വ SI രാജേന്ദ്രൻ പിള്ളയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി കുത്തേറ്റ രാജീവിനെ എടത്വ ജൂബിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാവേലിക്കര നിയോജക മണ്ഡലം ആം ആദ്മി സ്ഥാനാർത്ഥി N സദാനന്ദന്റെ മണ്ഡല പര്യടനത്തിന് തുടക്കമായി. വ്യാഴാഴ്ച ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് സമീപത്തു നിന്നാണ് പര്യടനം ആരംഭിച്ചത്. അഴിമതിക്കാരെയും വഞ്ചകരെയും വർഗീയ കൂട്ടുകെട്ടുകാരെയും നാടുമുടിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന എല്ലാ തൽപര കക്ഷികളെയും ഒന്നിച്ചെതിർക്കാൻ ആം ആദ്മി പാർട്ടിയിൽ അണിചേരണമെന്ന് N സദാനന്ദൻ പറഞ്ഞു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി കൂടിയാണ് സദാനന്ദൻ. അനിലംബാനിമാരെ പോലെയുള്ള വൻ കോടീശ്വരന്മാരെ കോടീശ്വരന്മാരാക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത്. അംബാനിമാർക്ക് തന്നിഷ്ടപ്രകാരം ഇന്ധനവില വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സൗകര്യം സർക്കാർ വിട്ടുകൊടുക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. ഇതിനെതിരെ ശബ്ദിക്കുവാൻ ഒരു മനുഷ്യനും ഈ നാട്ടിലില്ല. സാധാരണക്കാരന്റെ നിത്യജീവിതം ദുരിതത്തിലാവുകയാണ്. സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണ കൊടുക്കുന്നുവെങ്കിലും ഇപ്രകാരം ക്രമാതീതമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും സബ്സിഡി നിരക്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നൽകുവാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് ഈ പ്രസ്ഥാനത്തിന് ആഗ്രഹമുണ്ട്. SNDP വനിതാ സംഘം ആലപ്പുഴ ജില്ലാ സമ്മേളനം ശനിയാഴ്ച ആലപ്പുഴ കൊമ്മാടിയിൽ നടക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർപേഴ്സൺ തങ്കമണി ഗൌതം അധ്യക്ഷത വഹിക്കും. SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് കൃഷ്ണകുമാരി മുഖ്യപ്രഭാഷണം നടത്തും. കേന്ദ്ര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സംഗമ സന്ദേശം നൽകും. വാർത്താ സമ്മേളനത്തിൽ PT മന്മഥൻ, രതീഷ് ചെങ്ങന്നൂർ, മനോജ് അനിരുദ്ധൻ, കലവൂർ ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 5 തീയതി കൊമ്മാടിയിൽ 3 മണിക്ക് തുടങ്ങുന്ന ജില്ലാ സംഗമത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകളാണ് നിർവഹിക്കുന്നത്. ഭദ്രദീപ പ്രകാശനം നടത്തുന്നത് SN ട്രസ്റ്റ് ബോർഡ് അംഗം ശ്രീമതി പ്രീതി നടേശൻ. മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീമതി കൃഷ്ണകുമാരി. സംഗമ സന്ദേശം നടത്തുന്നത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. മറ്റ് യോഗം ലീഡർമാർ, യൂണിയൻ തല ഭാരവാഹികൾ ഒക്കെയാണ് പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ സുരക്ഷ, സമൂഹരക്ഷ, സമുദായ നീതി, സാമൂഹ്യനീതി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SNDP യോഗത്തിൻ്റെ ആഹ്വാനപ്രകാരമാണ് ഈ കേരളത്തിലെ 14 ജില്ലയിലും ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടത്തിവരുന്നത്. കണ്ണാടി കിഴക്ക് SNDP ശാഖായോഗം ശിവഗിരീശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ മീനം രോഹിണി മഹോത്സവം നടന്നു. മീനം രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഇളനീർ താല ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച ആറാട്ടോടുകൂടി തിരുവുത്സവത്തിന് സമാപനമാകും.
കുട്ടനാടൻ കാർഷിക മേഖലയെ സംരക്ഷിക്കുവാനും കുട്ടനാട് പാക്കേജിന്റെ സമ്പന്നാവസ്ഥ ഒഴിവാക്കുവാനും കൊടിക്കുന്നിൽ സുരേഷിനെ വിജയിപ്പിക്കണമെന്ന് കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി വെളിനാട് മാത്തച്ചൻ ആവശ്യപ്പെട്ടു. ഇനി ചരമവാർത്തകൾ. ദിവ്യകാരുണ്യ ആരാധനാ മഠം അംഗം സിസ്റ്റർ റൊസാരിയോ മറിയ 75 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ പരീക്ഷണ പാടത്തിന് പുറമണ്ടില്ല. വെള്ളം പൊങ്ങുമ്പോൾ പാടം വെള്ളത്തിലാവാൻ തുടങ്ങിയിട്ട് 74 വർഷം പിന്നിടുന്നു. സ്വതന്ത്ര ചിന്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ആം ആദ്മിയിലേക്ക്. ഇടത് വലത് അവസരവാദ രാഷ്ട്രീയത്തിൽ മനമെടുത്താണ് മാറ്റമെന്ന് യുക്തിവാദികളും പരിസ്ഥിതി പ്രവർത്തകരും. സ്വതന്ത്ര ഭാരതത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നിഷേധ വോട്ട്. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുവാനുള്ള സമരായുധമായി നിഷേധ വോട്ട് മാറുമോ? വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.